ഈ 4-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരേ ഒരു വിഷയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെബൂഖദ്നേസറിനെതിരെയുള്ളതായ ദൈവത്തിൻ്റെ ഒരു വലിയ ന്യായ വിധിയുടെ ഒരു ചിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ഒരു തനി പകർപ്പാണ് വാസ്തവത്തിൽ ഈ 4-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ 4-ാം അധ്യായത്തെ നമുക്ക് 3ആയിട്ട് വിഭാജിക്കാം. ഒന്ന്, നെബൂഖദ്നേസർ ഒരു വലിയ വൃക്ഷത്തെക്കുറിച്ചുള്ളതായ സ്വപ്നം നെബൂഖദ്നേസർ രാജാവ് കാണുകയാണ്. അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇത് വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ അവിടെ ആരുമില്ല. അങ്ങനെ നമ്മുടെ ദാനിയേൽ എന്ന് പറയുന്നതായ ദൈവത്തിൻ്റെ ദാസൻ എന്തുമാണ് ഇത് വ്യാഖ്യാനിച്ച് കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഒടുഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദാനിയേൽ ഈ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. ആ സ്വപ്നം നിവൃത്തിയാകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ ദാനിയേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ പഴയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകം എന്നാണ് പലപ്പോഴും ഇതിനെ നമ്മൾ പറയാറുള്ളത്. കാര്യം ഈ ദാനിയേലിൻ്റെ പുസ്തകവും അതുപോലെ വെളിപ്പാട് ഒന്നിച്ച് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒത്തിരി താരതമ്യം ചെയ്ത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്ത് എഴുതിയിരിക്കുന്ന ഒന്നുകൂടെ ഞാൻ വായിക്കാം. അതിൻ്റെ കീഴിൽ നിന്ന് മൃഗങ്ങളും കൊമ്പുകളിൽ നിന്ന് പക്ഷികളും പോയിക്കൊള്ളട്ടെ. അതിൻ്റെ തായ് വേരോ വയലിലെ ഇളം പുല്ലിൽ ഇരുമ്പും താമ്പൂറും കൊണ്ടുള്ള ബന്ധനത്തോടെ ഭൂമിയിൽ വച്ചേക്കുവീൻ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ നെബൂഖദ്നേസറിനെ കുറിച്ച് പഠിക്കുമ്പോൾ പുരാതന ബാബേൽ സാമ്രാജ്യത്തിലെ ശക്തനായ ഒരു രാജാവായിരുന്നു, ഒരു ചക്രവർത്തിയായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. BC ഏതാണ്ട് 605 മുതൽ 562 കാലഘട്ടങ്ങളിൽ ഏതാണ്ട് 43 വർഷം ഭരിച്ചതായ ഒരു വലിയ ചക്രവർത്തിയായിരുന്നു. ബിൽഡിങ്ങുകൾ കൊണ്ട് അതുപോലെ തന്നെ നമ്മൾ ഹാങ്ങിങ് ഗാർഡനെ കുറിച്ച് നമ്മൾ വായിക്കുവാനായിട്ട് സാധിക്കും. ലോക പുരാതന കാലത്തെ 7 അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്നായ ഹാങ്ങിങ് ഗാർഡൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മഹദിയാം ബാബിലോൺ എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. അങ്ങനെയാണ് പലരും അതിനെ കുറിച്ച് ബാബേലിനെ കുറിച്ച് പറയുമ്പോൾ മഹദിയാം ബാബിലോൺ എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സർവശക്തനായ ദൈവം എന്തുവാണ്, ഒരു ന്യായവിധി എന്തുവാണ് ഈ രാജാവിലേക്ക് അയക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്.